തലയെടുപ്പോടുകൂടി ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ അവൾ സ്കൂളിലേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ആ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണ്. തലമുടി മറയ്ക്കാൻ ഉപയോഗിക്കുന്ന വെറും 1.5 മീറ്റർ മാത്രം നീളമുള്ള ആ ഹിജാബ് ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും അവളെ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തപ്പോൾ അവളും അവളുടെ പിതാവും ഒരിക്കലും തോൽക്കാൻ തയ്യാറായില്ല. ആ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ അവൾ സ്കൂളിലേക്ക് പോവുകയാണ്. ആ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ്നീന സ്കൂളിലേക്ക് പോകുന്ന തങ്ങളുടെ മക്കളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക്. അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ അവളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കലാലയത്തിലേക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ, നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോക ക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ. എത്ര മനോഹരമായ ഒരു കുറിപ്പാണിത്. അദ്ദേഹം നന്ദി പറയുകയാണ്. തൻ്റെ കൂടെ നിന്നവർക്ക്, പിന്തുണ പ്രഖ്യാപിച്ചവർക്ക്, സഹകരിച്ചവർക്ക്, സ്നേഹം നൽകിയവർക്ക് അദ്ദേഹം തിരിച്ചു നന്ദി പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ആ ചിത്രത്തിൽ ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, ആ ഒരു പുഞ്ചിരി, അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം കാണാൻ തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ ജനങ്ങളും കാത്തിരുന്നത്. തൻ്റെ പഠനം നിഷേധിക്കപ്പെട്ടപ്പോൾ, തലയിൽ തട്ടമിടാനുള്ള തൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി മാനസികമായി എത്രമാത്രം പ്രയാസം അനുഭവിച്ചു കാണും. തൻ്റെ അവകാശങ്ങളെ നിഷേധിച്ച ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അവർ വളരെയധികം സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുമാത്രം വിഷമമുണ്ടായി കാണും. എന്നാൽ ആ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അധിക നാളുകളുണ്ടായിരുന്നില്ല. അവൾ അവസാനം പുഞ്ചിരിച്ചിരിക്കുകയാണ്. നോക്കി, ഈ ഒരു പുഞ്ചിരി തന്നെയാണ് ഈ കന്യാസ്ത്രീക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ പഠനം നിഷേധിക്കുകയും അവളുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തോ വലിയ വിജയം കൈവരിച്ചതുപോലെ വളരെയധികം ചിരിച്ച് സന്തോഷിച്ച് പത്രവാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ആ ഒരു കന്യാസ്ത്രീക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ കനത്ത തിരിച്ചടി കിട്ടാനില്ല. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് കന്യാസ്ത്രീകളുണ്ട്. അവർക്കാർക്കും ഈ ഹിജാബ് കണ്ടാൽ പേടി തോന്നാറില്ല. അവർക്കാർക്കും ഹിജാബ് കണ്ടാൽ അസ്വസ്ഥത തോന്നാറില്ല. കാരണം അവരുടെ മനസ്സെന്ന് പറയുന്നത് സ്നേഹമുള്ള മനസ്സാണ്. മതസൗഹാർദ്ദവും സ്നേഹവും എന്താണെന്നറിയുന്ന നല്ലവരായ കന്യാസ്ത്രീകളാണ്. അവരെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മണവാട്ടിമാരെന്ന് വിളിക്കേണ്ടത്. ശിരോവസ്ത്രം ധരിച്ചതുകൊണ്ടും കന്യാസ്ത്രീ വേഷം അണിഞ്ഞതുകൊണ്ടും ആരും ഒരു കർത്താവിൻ്റെ മണവാട്ടിയായി മാറുന്നില്ല, ഒരു മാലാഖയായി മാറില്ല. നേരെ മറിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് അവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അതിലൂടെയാണ് ഒരു കന്യാസ്ത്രീ യഥാർത്ഥ ഒരു കർത്താവിൻ്റെ മണവാട്ടിയായി മാറുന്നത്. അവിടെയാണ് ഒരു മാലാഖയായി മാറുന്നത്. അത്തരത്തിലുള്ള ഒരു മാലാഖയെ, അത്തരത്തിലുള്ള ഒരു കന്യാസ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മേരി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീയാണ്. ഇവിടെ ഈ സ്കൂളിലെ കന്യാസ്ത്രീയായിട്ടുള്ള പ്രിൻസിപ്പലിനും അവിടുത്തെ മാനേജ്മെൻറ്റിനും ഹിജാബ് കാണുമ്പോൾ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത് എങ്കിൽ, ഇവിടെ ഈ മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീക്ക് മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഹിജാബ് എന്നുള്ളത് പെൺകുട്ടികളുടെ സൗന്ദര്യമാണ്, അവകാശമാണ്, അത് മതം പഠിപ്പിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കന്യാസ്ത്രീയുടെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. മറ്റു പല സ്ത്രീകളും ജീൻസ് ടോപ്പൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ് നല്ലത്. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ ഒരിക്കൽ പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക അവള്. അപ്പൊ നല്ല രസം, ഓമനത്തുള്ള, അത് മുസ്ലിംസ് എല്ലാത്തിനും അങ്ങനെയാണല്ലോ, നല്ല ഓമനത്തുള്ള ഒരു മുഖം. അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇതിങ്ങനെ ഇടണം, സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ? ആ ബാപ്പ പറഞ്ഞു അതുകൊണ്ടാണ് ഇടുന്നെന്ന് പറഞ്ഞു. കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ബാപ്പായിക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള, കുട്ടി നല്ലപോലെ പഠിക്കും, നല്ല കുട്ടിയാ, കുട്ടിയും ഞാനുമായിട്ട് നല്ല അടുപ്പായിട്ട് ഈ ബാപ്പായിക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത്, അത് ഊരിക്കളയാൻ പറയാനല്ല. അന്നേരം പറഞ്ഞു, സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭിമാനമാണ്, ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ്, ഇത് ഇസ്ലാമിന്റെയാണ്. അതെങ്ങനെ ഊരിക്കളയാൻ പറയാൻ പറ്റുമോ? അല്ലേ? അത് നമുക്ക് തമ്പുരാൻ കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്ക്, എത്ര മനോഹരമാണ് അവരുടെ വാക്കുകൾ. ഇങ്ങനെയും നല്ല മനസ്സിന്റെ ഉടമകളായ ഒരുപാട് കന്യാസ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ വിരലിലെണ്ണാവുന്ന കുറച്ച് കന്യാസ്ത്രീകൾ, അത് സംഘികളുടെയും ക്രിസംഘികളുടെയും ഒക്കെ പിൻബലത്തോടുകൂടി കാസടക്കമുള്ള തീവ്രവാദി സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ചില സ്കൂളുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കന്യാസ്ത്രീകളുമാണ്
ഇത്തരത്തിലുള്ള വർഗീയതയും വിദ്വേഷവുമായി രംഗത്ത് വരിക. അത്തരം ആളുകളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും ആ മകളെ അവിടെ പഠിപ്പിക്കാതെ TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് ചേർത്ത ആ പിതാവിനും അതോടൊപ്പം തന്നെ മറ്റൊരു സഹോദരിയെ നമ്മളെല്ലാവരും കണ്ടിരുന്നു. തൻ്റെ മകളെയും അവിടെ നിന്നും മാറ്റിയ ഒരു കാഴ്ച. അത്തരത്തിൽ ആ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ അവിടെ പഠിപ്പിക്കേണ്ട എന്നുള്ള ആ എടുത്തൊരു തീരുമാനം തികച്ചും 100% സ്വാഗതാർഹം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പെൺകുട്ടി എങ്ങാനും ആ സ്കൂളിലേക്ക് തിരിച്ചു പോയിരുന്നുവെങ്കിൽ, പഠിക്കാൻ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അവിടെ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീകളും ആ സ്കൂൾ മാനേജ്മെന്റും PTA പ്രസിഡന്റ് എന്ന് പറയുന്നവരും അടക്കം ആ പെൺകുട്ടിയോട് ശത്രുത വെച്ചുകൊണ്ട് പകയോടുകൂടി മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. ഇതോടൊപ്പം ഞാൻ മറ്റൊരു കന്യാസ്ത്രീയുടെ ഒരു വീഡിയോ കൂടി കാണിക്കാം. തൃശൂർ CBSE കലോത്സവ വേദിയിൽ വെച്ച് കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ്. കർത്താവിൻ്റെ മണവാട്ടി എന്ന വാക്കിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിസ്റ്റർ. മുസ്ലിം കുട്ടികൾ വട്ടപ്പാട്ട് എന്ന് പറയുന്ന ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി നിൽക്കുന്ന സമയത്ത് അവരുടെ അരികിലേക്ക് സ്നേഹത്തോടുകൂടി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണിത്. ഈ സ്കൂളിലെ പ്രിൻസിപ്പളിന് ഏറ്റവും മികച്ച പ്രിൻസിപ്പളിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തുള്ള റോട്ടറി ക്ലബ്ബ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതിനു മുമ്പ് ഈ റോട്ടറി ക്ലബ്ബിലെ ഈ സംഘാടകർ ഇവന്മാർ ആരും തന്നെ ഇതുവരെ ഒരു പ്രിൻസിപ്പളിന്, മികച്ച ഒരു പ്രിൻസിപ്പളിനുള്ള അവാർഡ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ എനിക്ക് ഏറ്റവും വലിയ രസകരമായി തോന്നിയത് ഇവർക്ക് മികച്ച പ്രിൻസിപ്പൽ മാത്രമല്ല, മികച്ച ഇംഗ്ലീഷ് അധ്യാപികയ്ക്കുള്ള ഒരു അവാർഡ് കൂടി കൊടുക്കണമെന്നുള്ളതായിരുന്നു. കാരണം അവരുടെ ഇംഗ്ലീഷൊക്കെ നമ്മളെല്ലാവരും കേട്ടതാണ്. വലിയ ആളാവാൻ നോക്കിയതാണ്. എന്തൊക്കെയോ ഇംഗ്ലീഷ് തനിക്കറിയാമെന്നുള്ള ആ ഒരു അഹംഭാവത്തോടു കൂടി പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ പറഞ്ഞത് മുഴുവനും പൊട്ടത്തരമായിരുന്നു എന്നുള്ളത് കേരളം കണ്ടതാണ്. നേരെച്ചവ ഇംഗ്ലീഷ് വാക്കുകൾ പോലും ഉച്ചരിക്കാൻ അറിയാത്ത, നേരെച്ചവ ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയാത്തവരാണ് തങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണെന്നും തങ്ങൾ വലിയ ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്നുള്ള രീതിയിലൊക്കെ അവകാശപ്പെടുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളമായിരിക്കുമെന്നുള്ളത് ഈ അധ്യാപികയുടെ ഈ ഒരു ക്വാളിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഹിജാബ് ധരിക്കുക എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. കന്യാസ്ത്രീകൾക്ക് അവരുടെ മതപരമായ രീതിയിൽ ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ, ഇന്ത്യയിലെ സിഖുകാർക്ക് അവരുടെ മതപരമായ രീതിയിലുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തലയ്ക്കെട്ടുകൾ കിട്ടാമെങ്കിൽ, ഇവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശവുമുണ്ട്. ഹിജാബ് കണ്ടാൽ അഹാലളകുന്ന ചെറിയൊരു വിഷയത്തെപ്പോലും അത് വലിച്ചു നീട്ടി വലിയ വിവാദങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, ഇത്തരത്തിലുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുത്ത സകല സംഘികളോടും ക്രിസംഘികളോടും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര തന്നെ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, നിങ്ങളിവിടെ നല്ല സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങളെ തമ്മിൽ നിങ്ങൾ പരസ്പരം തമ്മിൽ തെല്ലിപ്പിക്കാൻ നിങ്ങൾ എന്തൊക്കെ അജണ്ടകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും ഇവിടെ നടക്കില്ല. അത്തരം അജണ്ടകളൊന്നും ഇവിടെ വില പോവില്ല. കാരണം ഇത് കേരളമാണ്. ഇവിടെ മതസൗഹാർദ്ദം മാത്രമേ വിളയുകയുള്ളൂ. ഇവിടെ വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഒരു സ്ഥാനവുമില്ല.